ഹായ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ദീപാവലി ആഘോഷത്തിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. പിന്നെ അദ്രിയുടെ കൊച്ചു കുസൃതി ഉണ്ട് കേട്ടോ അതിൽ. ഈ ദീപാവലി ആഘോഷത്തിന് എല്ലാ പ്രാവശ്യവും മഴ ഉണ്ടാവാറില്ല, ഇപ്രാവശ്യം നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ മുകളിലേക്കൊന്നും കത്തിക്കാൻ പറ്റിയില്ല, അപ്പോൾ താഴെ മാത്രം. ആ സമയത്ത് നല്ല മഴയായിരുന്നു, ഒന്നുകൂടി താഴെ ഒന്നും കത്തിക്കാൻ പറ്റിയില്ല, ഏറ്റവും മുകളിലും കത്തിക്കാൻ പറ്റിയില്ല. അപ്പോൾ സിറ്റ് ഔട്ടിൽ തന്നെ കത്തിച്ച് ദീപാവലി ആഘോഷിക്കുകയായിരുന്നു. അപ്പോൾ അടുത്ത വീട്ടിലെ കുട്ടിയും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചിരാതൊക്കെ കത്തിച്ചു. ദീപാവലി എന്നത് ദീപങ്ങളുടെ നിര എന്നാണ് കേട്ടോ. ഇരുട്ടിനെ അകറ്റി പ്രകാശം കൊണ്ട് മനസ്സും ലോകവും ഊർജ്ജസ്വലമാക്കുക എന്നതാണ് കേട്ടോ ഈ ഉത്സവത്തിൻ്റെ സന്ദേശം. ദീപാവലിയുടെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട് നിരവധി ഐതിഹ്യങ്ങളുണ്ട് കേട്ടോ. എനിക്ക് കോമൺ ആയിട്ട് അറിയാവുന്നത് രാമായണമില്ലേ, രാമായണ കഥയുമായി ബന്ധപ്പെട്ടതാണെന്നും. രാമൻ വനവാസം കഴിഞ്ഞ് 14 വർഷത്തെ വനവാസം കഴിഞ്ഞ് രാവണനെ വധിച്ച് വരുമ്പോൾ അയോധ്യയിലെ ജനങ്ങൾ ആ സന്തോഷത്തിൽ വീടുകളിൽ വിളക്കുകൾ കത്തിക്കില്ലേ, അതാണ് എനിക്കറിയണുണ്ടായത്. പിന്നെ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ ലക്ഷ്മി ദേവിയുടെ വരവേൽപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് കണ്ടു. അതിനെക്കുറിച്ച് കൃത്യമായിട്ട് എനിക്കറിയില്ല. അത് പറയുന്നത് മഹാലക്ഷ്മി സമുദ്ര മദനത്തിൽ നിന്നും ഉദിച്ചു വന്നതാണെന്നും അതുകൊണ്ട് അങ്ങനെയായതുകൊണ്ട് ദീപങ്ങളൊക്കെ കൊളുത്തി സമ്പത്തും ഭാഗ്യമൊക്കെ വരവേൽക്കണതാണെന്നും പറയുന്നുണ്ട്. പിന്നെ നാരായണനും നരകാസുരനും തമ്മിലുള്ള ഒരു യുദ്ധത്തിൻ്റെ ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ചിട്ട് ആ ദിവസമല്ലേ നരക ചതുർത്ഥിയായി ആചരിക്കുകയും ചെയ്യും. പിറ്റേ ദിവസം ദീപാവലിയായിട്ട് ആഘോഷിക്കുന്നു. സത്യം അന്ധകാരത്തെ ജയിച്ച ദിനം എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ പറയണേ. എനിക്ക് രാമായണത്തിൻ്റെ കഥയായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ അറിയണത്. ഇത് ഞാൻ എന്നിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയതാണ് കേട്ടോ. പിന്നെ അന്ന് രാവിലെ തന്നെ അദ്രിയും ഞാനും ഇത് എടുത്തു വെച്ചേക്കണതൊക്കെ ഉണക്കാൻ വെച്ചു. അതായത് ആദ്യം തന്നെ വെള്ളത്തിൽ ഇങ്ങനെ കുതിർത്തി കുറച്ച് നേരം ഒരു 2, 3, 4, 5 മണിക്കൂർ വെച്ചിട്ട് പിന്നെ അത് വെയിലത്ത് കുറച്ച് നേരം ഉണക്കാൻ വെച്ചിട്ട് പിന്നെ ഉണങ്ങിയത് എടുത്ത് വെക്കണതാണ് കേട്ടോ അതിൽ. അങ്ങനെ ഞങ്ങളെല്ലാം കത്തിച്ചു. നല്ല അത് കഴിഞ്ഞ് ഒരു ഉച്ച വരെ വെയിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അന്തരീക്ഷം ഭയങ്കരമായിട്ട് മോശമായി, ഭയങ്കരമായിട്ട് മഴയായിരുന്നു കേട്ടോ. ഇത് ഞങ്ങളുടെ അതിന് മുന്നത്തെ കൊല്ലത്തിൽ കത്തിച്ചതാണ്. അത് മുകളിലോ കത്തിച്ചിട്ടുണ്ട്, ഇങ്ങനെ മൊത്തം കത്തിച്ചിട്ടുണ്ട്. 150 ഉണ്ട്, പക്ഷെ അത്രയും വേണ്ടി വരില്ല. അതിൻ്റെ ഏറ്റവും മുകളിലും കത്തിക്കാം, അത് ചേട്ടനുണ്ടെങ്കിൽ കത്തിക്കാൻ പറ്റുള്ളൂ. ചേട്ടനുണ്ടാവാറില്ല ദീപാവലിയുടെ ടൈമിൽ. ഇനി അദ്രിയുടെ കുസൃതിയാണ് കേട്ടോ. എന്തിട്ട് ചെയ്യണേ? ഞാൻ കല്യാണപ്പെണ്ണി വെക്കാന്ന്. പറയ് എന്തിട്ടാണെങ്കിൽ കല്യാണപ്പെണ്ണാക്കാം. എന്റെ മൂടി തലയിലാകെ തുരുത്തി ഉള്ളത്. Ina